എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള CPM നിലപാട് മുമ്പ് സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമാണല്ലോ ഇപ്പോഴെന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും അതിന്റെ മറുപടിയിലേക്ക് വരാം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എന്താണ് ഞാൻ സൂചിപ്പിച്ചത്? ആദ്യം തന്നെ ചർച്ചയിൽ സൂചിപ്പിച്ച കാര്യത്തോട് കോൺഗ്രസിന്റെ പ്രതിനിധി, അദ്ദേഹം പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും നിർബന്ധമായും നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം എന്നേക്കാൾ എത്രയോ അനുഭവ സമ്പത്തുള്ള ആളാണ്, എന്നേക്കാൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആളാണ്. ഞാൻ ഈ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം എന്റെ വിമർശനത്തോട്, എന്റെ അഭിപ്രായത്തോട് സ്വീകരിച്ച സമീപനം എന്താണ്? കൊജ്ഞാണൻ താൻ തന്റെ വീട്ടിൽ പോയി പറയണോ? ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ശരിയായിട്ട് അടുപ്പിൽ ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? പാടുവിട്ടിക്കരുത്. ആ പ്രതികരണങ്ങൾ കേട്ടിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടും നമ്മളെല്ലാവരും അതിനെ വിമർശിച്ചിട്ടും ഒരക്ഷരം കൊണ്ട് അതിനെ തിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. തയ്യാറായിട്ടില്ല. അപ്പോ കേരളത്തിൽ ചില ആളുകളെ കുറിച്ച് ചില നേതാക്കന്മാർ ഇപ്പൊ പറഞ്ഞതായി സൂചിപ്പിച്ചതുപോലെ അങ്ങ് കോൺഗ്രസിന്റെ അന്തസ്സ് സൂക്ഷിക്കുന്ന ഈ പ്രതികരണമുണ്ടല്ലോ, കോൺഗ്രസിന്റെ നിലവാരം ആകാശത്തോളം വലിപ്പമുള്ള ആ നിലവാരം തുറന്നു കാണിക്കുന്ന ഈ പ്രതികരണം വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? ഈ പ്രതികരണവുമായി അങ്ങും മാവേലിക്കര ജയിലിൽ കിടക്കുന്ന സംഘവും ഒക്കെ ഇങ്ങനെ തന്നെ തുടരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. ആവൽ തന്നെ വന്നിരുന്ന ഓരോ ഉപദേശങ്ങൾ ഞാൻ അങ്ങേ വിമർശിച്ചില്ലല്ലോ. അങ്ങനെ താനെന്ന് വിളിച്ചപ്പോ, വീട്ടിൽ പോയി പറയാൻ പറഞ്ഞപ്പോ ഞാൻ ചർച്ച ബഹിഷ്കരിച്ച് പോയില്ലല്ലോ. കാരണം എന്താണ്? നിങ്ങൾ ഇതാണ് എന്നുള്ളത് മാതൃഭൂമിയുടെ പ്രേക്ഷകരും അന്തസ്സുള്ള കോൺഗ്രസ് അടക്കമുള്ള കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വിലയിരുത്തട്ടെ, മനസ്സിലാക്കട്ടെ. അദ്ദേഹത്തിന്റെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് 2006 സ്വന്തം മണ്ഡലത്തിലെ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദു സമുദായത്തിൽപ്പെട്ട മതനിരപേക്ഷവാദികളാണെന്ന് ഞാൻ വിശ്വസിക്കണല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. പുസ്തകം എഴുതി അവരെ കൊന്നുകളയണമെന്ന് ആഹ്വാനം ചെയ്ത ഗോൾവൽക്കറുടെ മുമ്പിൽ അവരുടെ ജന്മദിനം ആഘോഷിക്കാൻ, ക്യാമറാമാനോട് സൂം ചെയ്താൽ പറഞ്ഞു, ജന്മദിനം ആഘോഷിക്കാൻ കുനിഞ്ഞ് നിലവിളക്ക് കൊളുത്തുന്ന VD സതീശൻ. ഒന്നാമത്തെ ചിത്രം. ഹിമാലയൻ ഓർ ആനമുടി ബ്ലണ്ടർ. രണ്ടാമത്തെ ചിത്രം അദ്ദേഹം പറഞ്ഞ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പുസ്തക പ്രകാശനം. രണ്ടും രണ്ടാണ് കോൺഗ്രസ് നേതാവേ. അത് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉള്ള കാലമല്ല, NVIDIA മറ്റ് കമ്പനികളുടെയും കാലമല്ല. സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? 2006 ഗോൾവൽക്കറുടെ ജന്മദിനം ആഘോഷിക്കാൻ നിലവിളക്ക് കൊളുത്തുന്ന കേരളത്തിലെ നേതാവ് RSS അല്ല. നിർഭാഗ്യവശാൽ കേരളത്തിന്റെ LOP, നമ്മുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവ്. രണ്ടാമത്തെ ചിത്രം പുസ്തക പ്രകാശനം. ഒന്ന് നിർത്തണോ തന്റെ ഈ രണ്ടും രണ്ടാണ്. അപ്പോ അതിന് മറുപടി പറയണം. പിന്നെ ചരിത്രത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ വേഗം ആ കാര്യം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പൊക്കോളാം. ഏതാണ്? ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? 77 അടിയന്തരാവസ്ഥ വിരുദ്ധ കാലയളവിൽ ജനതാ പാർട്ടി രൂപീകരിച്ചു. ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി. ഇല്ലേ? ജനസംഘം 77 ഉണ്ടോ? ഇതുപോലെ ആദ്യമായിട്ടാ കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. കാര്യഗൗരവത്തോടെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ചരിത്രബോധമുള്ള ഏതെങ്കിലും ഒരാൾ, ഒരുവനെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരാൾ കോൺഗ്രസ് ആഫീസിന്റെ ഏഴയലത്തുണ്ടെങ്കിൽ അയാളെ വിളിച്ച് ചോദിക്കണം. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. 77 ജനതാ പാർട്ടിയിൽ ജനസംഘം ഉണ്ടോ? ജനസംഘം പിരിച്ചുവിട്ടു. അടിയന്തരാവസ്ഥ വിരുദ്ധ കൂട്ടായ്മ എന്ന നിലയിൽ ജനതാ പാർട്ടി രൂപീകരിച്ചു. ആ ജനതാ പാർട്ടിക്കാണ് കേരളത്തിലെ ഇടതുപക്ഷം പിന്തുണ കൊടുത്തത്. ആ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? ആങ്കർക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് ഇന്ന് കണ്ണൂർ MP ആയിട്ടുള്ള K. സുധാകരൻ. പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നു. ഇദ്ദേഹം പറയുന്നു ജനതാ പാർട്ടി RSS ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ ജനതാ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് K. സുധാകരൻ, അയാൾ മത്സരിച്ച മണ്ഡലം, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. എനിക്ക് വളരെ രസകരമായിട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് തുടങ്ങാം. ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് 1977 തെരഞ്ഞെടുപ്പിലാണ്. 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാനാണ് അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. അന്ന് അവർ വോട്ട് ചെയ്തത് സംഘടനാ കോൺഗ്രസും പിന്നെ അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികളും
ജനസംഘവും ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിക്കായിരുന്നു. CPM ആയിരുന്നു അതിന്റെ പ്രധാന കേരളത്തിലെ ഘടകകക്ഷി. അപ്പൊ ഈ 4 പേരും ചേർന്ന മുന്നണിക്ക് കേരളത്തിൽ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി. ശ്രീപത്മനാഭനും CPM-ന്റെ സ്നേഹിതനൊക്കെ അത് മനസ്സിലാക്കിയ രാഘവൻ പറഞ്ഞത് വാസ്തവം. അന്ന് ഉദുമയിൽ മത്സരിച്ചത് KG മാരാറാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് ഈ ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ജനസംഘം പിന്തുണച്ച MLA ആയ ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. പിണറായി വിജയന് മത നിരപേക്ഷതയോ മതേതരത്വമൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് സംഘപരിവാറുകാരന് പോലും അതിന് അർഹതയുണ്ട് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. VD സതീശൻ ഗോൾവൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചു എന്ന് ഇവരിങ്ങനെ 1001 ക്ഷീരബല ആവർത്തിക്കും പോലെ നിരന്തരം ആവർത്തിച്ചു പോരുന്നുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. സ്നേഹിത P. പരമേശ്വരന്റെ ഭാരതീയ വിചാര കേന്ദ്രം ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്, സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്, അതിൽ MP വീരേന്ദ്രകുമാറും VS അച്യുതാനന്ദനൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ജില്ലയിലെ പിന്നെ VD സതീശൻ പങ്കെടുത്തത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു നിലവിളക്ക് ഉണ്ടാകുമ്പോൾ ആളുകൾ നിലവിളക്ക് കൊളുത്തും. അതിന്റെ പശ്ചാത്തലം ഒന്നും മാതൃകയാക്കിയിട്ട് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാൽ VD സതീശനെ പോലെ സ്വന്തം മണ്ഡലത്തില് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെയും ഈ ശശികല ടീച്ചറെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. മതേതരത്വത്തിന്റെ നിലപാടുകൾക്ക് ജനപിന്തുണയുണ്ട് എന്ന് കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആത്മവിശ്വാസം ഉണ്ടായിക്കൊടുത്തൊരു നേതാവിന്റെ ഒരു രോമകൂപത്തിന് പോലും ഒരു പോറലും ഏൽക്കുകയില്ല. സ്വന്തം മകളെ ജയിലിൽ പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടി റബ്ബർ സ്റ്റാമ്പിനെ പോലെ കേരള മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് സംഘപരിവാറിന് യഥേഷ്ടം ഭരണം നടത്താൻ അനുമതി കൊടുത്തു പോകുന്ന നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ അങ്ങനെ ഒരു കൊഞ്ഞാണന്റെ അവസ്ഥ ഏതായാലും VD സതീശന് ഇല്ല എന്ന് നിങ്ങൾ സദയം ഓർക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇത് മര്യാദ അല്ലെങ്കിൽ താൻ തന്നെ വീട്ടിൽ പോകും. ഇവിടെ ജവാദ് എന്ന് പറഞ്ഞ സ്നേഹിതൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണെന്നോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ അഭിപ്രായമാണെന്നോ എനിക്ക് യാതൊരു അഭിപ്രായമില്ല. കാരണം എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവിടെ VD സതീശൻ അനൗചിത്യപൂർവ്വം ആ യോഗത്തിൽ പ്രസംഗിച്ചു എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അഭിപ്രായമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തമായിട്ട് ഇംഗിതത്തിനനുസരിച്ച് വല്ലതൊക്കെ വന്ന് പറഞ്ഞ് ഒരു മഹത്തായ സംഘടനയെ അപകീർത്തിപ്പെടുത്തരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്തുതി പാടാൻ അത് താങ്കൾക്ക് അവകാശമുണ്ട്. അതൊക്കെ വ്യക്തിഗതമായി നിർവഹിച്ചു കൊള്ളുക. അതിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും ഹക്കീം അസരിയെയും വണ്ടൂർ ഫൈസിയെയും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളെയൊന്നും നിങ്ങൾ വലിച്ചഴക്കരുത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. അതൊക്കെ വളരെ മോശമാണ്. നിങ്ങളുടെ സംഘടനയെ സ്വയം താറടിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ കൂടുതൽ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊരു വാഗ്വാദത്തിന് മുതിരുന്നില്ല. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.